യെശയ്യാവിനെ ദൈവം തൊട്ടപ്പം യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം ആദ്യത്തെ 5 അധ്യായങ്ങൾ വരെ വായിച്ചാൽ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അയ്യോ എന്ന നിലവിളിയുടെ പ്രവചന ശബ്ദമായിരുന്നു. നെഗറ്റീവായ പ്രൊഫറ്റിക്കൽ ശബ്ദം, കുറവശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിളിയുടെ പ്രവചന ശബ്ദങ്ങളായിരുന്നു. ആമേൻ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉശിയ രാജാവ് മരിച്ച കാലഘട്ടത്തിൽ ആമേൻ യെശയ്യാവ് ഒരു ദർശനം കണ്ടു. അപ്പം 5 അധ്യായങ്ങളിലും യെശയ്യാവിൻ്റെ പ്രവചന ശുശ്രൂഷയെ മുഴുവൻ നിയന്ത്രിച്ചത് ഉശിയാവാണെങ്കിൽ 6-ാമത്തെ അധ്യായത്തിൽ ഉശിയാവിനെ കർത്താവ് എടുത്തു കളഞ്ഞിട്ട് ആമേൻ യെശയ്യാവിൻ്റെ നിയന്ത്രണത്തെ ദൈവം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവം ചിലതിനെ ഏറ്റെടുക്കാൻ പോവുക. ദൈവം ഏറ്റെടുത്ത കളം അങ്ങ് മാറും. ആമേൻ. എൻ്റെ ചിന്തയിൽ യെശയ്യാവിൻ്റെ അകത്തൊരു കരുത്തനായ പ്രവാചകൻ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവാചകൻ പുറത്തു വരാൻ വിടാതെ യെശയ്യാവിനെ ആമേൻ ഉശിയാവ് നിയന്ത്രിച്ച് വെച്ചിരുന്നു. ഞാനിതിന് ഉശിയാവിന് ജഡം എന്നൊരു പേര് വിളിക്കും. സ്തോത്രം. ജഡം നിയന്ത്രിച്ച് വെച്ചിരുന്നു. ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ആത്മീയൻ ഉള്ളിടത്തോളം കാലം ഒറിജിനാലിറ്റി വെളിപ്പെടത്തില്ല. ജഡം എവിടെ പൊട്ടുമോ അവിടെ ഒറിജിനാലിറ്റി വെളിപ്പെടും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, കൈവയ്ക്കുമ്പോൾ വരുന്നതല്ല പ്രവചനം. ആമേൻ. കൈവയ്ക്കുമ്പോൾ വരുന്നതല്ല അഭിഷേകം, കൈവയ്ക്കുമ്പോൾ വരുന്നതല്ല ദൂത്, കൈവയ്ക്കുമ്പോൾ വരുന്നതല്ല ആമേൻ ഹീലിംഗ് ഡെലിവറൻസ് ഗിഫ്റ്റ്. ആൾറെഡി നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു. ഈ കൃപാവരങ്ങൾ നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു. അത് ആൾറെഡി നിങ്ങളുടെ അകത്ത് സ്റ്റോർഡാണ്. പക്ഷെ അത് മാനിഫെസ്റ്റ് ആകാതെ ബ്ലോക്കായി നിൽക്കുന്നത്. മാനിഫെസ്റ്റ് ആകാത്തതിൻ്റെ കാരണം എവിടെയോ ജഡം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ്. ജഡം പൊട്ടിയാൽ കൃപാവരം ഓപ്പറേറ്റ് ആകാൻ തുടങ്ങും.